കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ, ഞങ്ങൾ എന്തൊക്കെയാ അമ്മയെ കാണുന്നത്? അവരുടെ ശത്രുത അവസാനിച്ചോ? സത്യം പറ അമ്മ, അമ്മ കണ്ണനോട് പറഞ്ഞതൊക്കെ നേരാണോ? നിങ്ങൾ ഒന്നു മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്കിനി എന്റെ മകനെ ഓർത്ത് ഒരു ദുഃഖവുമില്ല. കാരണം സുപ്രിയയുടെ പ്ലേസിൽ അവൾ ജ്യോതിയെ എപ്പോഴേ ഇരുത്തി കഴിഞ്ഞു. ഇന്നു മുതൽ ജ്യോതി DKയുടെ റിയൽ വൈഫാണ്. നിങ്ങളുടെ ഒറിജിനൽ മദർലോ. ബാക്കിയൊക്കെ ഇനി വഴിയെ പറഞ്ഞുതരാം. ഇന്നു മുതൽ DKയും ജ്യോതിയും രണ്ടല്ല, ഒന്നാണ്. only one. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോ ഓൾ ദി ബെസ്റ്റ് ബേട്ടീസ്. മായച്ചി, മൂകാംബികയിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഒളിഞ്ഞു നോട്ടം. അത് ഞാൻ ഏറ്റു. ഒളിഞ്ഞു നോക്കാൻ എന്നെ പോലെ ഒരു മിടിക്ക് വേറെയില്ല. ഞാനിപ്പോ വരാവേ. സൂക്ഷിക്കണം. ഡോണ്ട് വറി, ഞാൻ ഏറ്റു. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? എന്തേ ചിരിച്ചു കളഞ്ഞത്? ഞാൻ ഓർക്കായിരുന്നു DK. എന്ത്? അല്ല, മരുമക്കടെ മുന്നിൽ കൂടി എന്നിങ്ങനെ ചേർത്ത് പിടിച്ചോണ്ട് വരാൻ ഒട്ടും ചമ്മല് തോന്നിയില്ലേ? എന്തിന്? ഭർത്താവ് ഭാര്യയെ ചേർത്ത് പിടിക്കുന്നതില് മറ്റാർക്കും ഒരു കാര്യമില്ല. അതൊരു ഭർത്താവിന്റെ കടമയല്ലേ? ഇതുവരെ നിന്നോട് ഞാൻ ചെയ്തതൊക്കെ തെറ്റാ. അത് തിരുത്താൻ കിട്ടിയൊരു അവസരത്തിൽ ഞാനത് ചെയ്തു. സുഖമില്ലാത്ത ഭാര്യയെ ചേർത്ത് പിടിക്കാനും ഒന്ന് വാരിയെടുക്കാനും ഭർത്താവിനല്ലാതെ മറ്റാർക്കാ അവകാശമുള്ളത്? പിന്നെയും ചിരി. ചിരിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്റെ ഹിറ്റ്ലറെ? ഇതൊക്കെ സ്വപ്നം. അതുവരെ നാം മുന്നിൽ കണ്ടതും തൊട്ടറിഞ്ഞതും ഒന്നുമല്ല യഥാർത്ഥ സത്യം. ഏത് പെണ്ണും ഒരു ഭർത്താവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാ ഇതൊക്കെ.
എന്റെ ദേവി, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? ഇത് ഡേക്ക് തന്നല്ലേ? ഈ വാക്കുകൾക്ക് മുന്നിൽ ഞാൻ ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങളൊന്നും ഒന്നുമല്ല. ഈ ഒരു സാമീപ്യം മതി. കരുതലിന്റെ ഈ ഒരു വാക്ക് മതി. എനിക്ക് ഏത് സങ്കടക്കടലും നീന്തി കടക്കാൻ. ഒളിഞ്ഞു നോക്കുന്നതൊരു ബോറൻ ഏർപ്പാടാ. എന്നാലും ഇതിന്റെ കാര്യം ഒന്ന് അറിയണമല്ലോ. സുപ്രിയ തന്നെയാ എനിക്ക് നിന്നെ കൊണ്ട് തന്നത്. അല്ലെങ്കിൽ ആ പിറന്നാൾ ദിവസം ഒരു കേക്കുമായിട്ട് നീ എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്? എനിക്കിപ്പോ മനസ്സിലാവുന്നു സുപ്രിയ എനിക്ക് നൽകിയ പിറന്നാൾ എനിക്ക് ഏട്ടനെ നേരത്തെ മനസ്സിലായി. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി മാത്രം ജീവിച്ചു മരിക്കാൻ ഇന്നത്തെ കാലത്ത് ഏത് ചെറുപ്പക്കാരി തയ്യാറാവും? ഓരോ ആഴ്ചയിലും പുതിയ പുതിയ ബന്ധങ്ങൾ കണ്ടെത്തുന്നവരാ ചുറ്റിലും കാണുന്നവരിൽ ഭൂരിഭാഗം പേരും. അതില് ആണും പെണ്ണും ഒക്കെ കണക്കാ. മരിച്ചുപോയ ഭാര്യയുടെ ചിത കത്തി അമർന്നു കഴിഞ്ഞ അടുത്ത ദിവസം മാട്രിമോണിയൽ കോളത്തില് പുതിയ ഭാര്യയ്ക്ക് വേണ്ടി പരസ്യം കൊടുക്കുന്ന മനുഷ്യരാ ഭൂരിഭാഗം പേരും. അതിലിപ്പോ ആരെയും തെറ്റു പറയാനൊന്നും പറ്റില്ല. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴേ അറിയുള്ളൂ അതിന്റെ ദുഃഖം ഇത്ര വലുതാന്ന്. എന്നിട്ടും മരിച്ചുപോയ ഭാര്യയെ മാത്രം ഓർത്ത് ജീവിച്ച ഏട്ടനോട് ഏത് പെണ്ണിനാ ഇഷ്ടം തോന്നാത്തെ? സുപ്രിയയോടുള്ള നിങ്ങളുടെ സ്നേഹം സത്യത്തിൽ എന്നെ അസൂയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ അതിനേക്കാളും കൂടുതലായി ഈ നെഞ്ചിലെ സ്നേഹം നിങ്ങൾ എനിക്ക് തരുമല്ലേ? എന്നെക്കാളും വലിയ ഭാഗ്യവതി ഈ ലോകത്ത് വേറെ ഏത് പെണ്ണാ ഉള്ളത്? ഞാൻ ഇങ്ങനെയാ ജ്യോതി.
താങ്ക്സ് സുപ്രിയ. അവളിത് കാണുന്നുണ്ട്, എനിക്ക് ഉറപ്പാ. കുടജാതിരിയിൽ നീ ആ കൊക്കയിലേക്ക് വീണുപോയ നിമിഷം എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു നിലവിളി, എനിക്കിപ്പോഴും അതിന്റെ ഞെട്ടലിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. ആ വീഴ്ചയില് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? നോ, ഇനി അതൊന്നും ഓർക്കണ്ട. പക്ഷേ ആ രാത്രി മറ്റൊന്ന് സംഭവിച്ചു. സുപ്രിയ എന്നോടൊരു കാര്യം പറഞ്ഞു. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നോ അത്രയും അവൾ സന്തോഷിക്കുമെന്ന്. കാരണം അവള് നീ തന്നെയാ. ഡി കെ, നിന്നെ തലോടുന്ന കാറ്റിലും നീ ശ്വസിക്കുന്ന വായുവിലും ഞാനുണ്ട്. നീ എന്നിൽ ചേരാനല്ല, നീയും ജ്യോതിയും ഒരുമിക്കുന്ന സുന്ദരമായ കാഴ്ച കാണാനാണ് നിങ്ങളിവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. നീ ജ്യോതിയെ സ്നേഹിക്കണം, കാരണം ഞാൻ തന്നെയാണ് ജ്യോതി. എന്നെ സ്നേഹിക്കുന്നത് പോലെ നീ ജ്യോതിയെ സ്നേഹിക്കണം. ജ്യോതി, ഇതുവരെ ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, സുപ്രിയ മരിച്ചു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവള് കൊണ്ടുതന്നതാ നിന്നെ എനിക്ക്. സുപ്രിയ, നിന്റെ ആഗ്രഹം ഇതാണെന്നറിയാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, എന്റെ മരണം കൊണ്ടല്ലാതെ ഇനി ഞാൻ ജ്യോതിയെ പിരിയില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജ്യോതിയെ സ്നേഹിക്കും. ജ്യോതിയ ഇനി എന്റെ ജീവിതം, എന്റെ എല്ലാം. എന്റെ കൃഷ്ണ, വേഗം ചെന്ന് അവരോട് പറയട്ടെ. എന്തടി നീ എന്തിനാ ഓടുന്നേ? പൊട്ടി, മുല്ലപ്പെരിയാർ പൊട്ടി. ഇപ്പോ മുല്ലപ്പെരിയാർ മാത്രല്ല, ഇടുക്കിയും ചെറുതോണിയും എല്ലാ അണക്കെട്ടാലും പൊട്ടി. ഭ്രാന്ത് വിളിച്ചോ? നീ കാര്യം എന്താണെന്ന് പറഞ്ഞാരേ. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഇത് ഇവിടെ നിന്നല്ല മായച്ചേ, അങ്ങ് മൂകാംബിക തന്നെ പൊട്ടിയിട്ടുണ്ടാവും. മുല്ലപ്പെരിയാർ എങ്ങനെ മൂകാംബികയിൽ പൊട്ടുന്നേ? കാര്യം പറ താരേശി. ഇവളെന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. പറയടി, മുകളിൽ നീ എന്താ കണ്ടത്? നിന്നെ ഡി കെ ഓടിച്ചോ? ഈ പ്രളയത്തിൽ നമ്മളെല്ലാം മുങ്ങിച്ചാവും. ഇത് പ്രേമത്തിന്റെ കുത്തൊഴുക്കമായച്ചേ. ഞാനാ മുറിയിൽ ചെന്നപ്പോഴേ ഡി കെയും ജ്യോതിയും തമ്മില് സത്യാണോ താരേശി ഇത്? പിന്നല്ലാതെ. വന്നിറങ്ങി ഇറക്കം തന്നെ കണ്ടില്ലായിരുന്നോ?
അതിന്റെ ഡബിൾ സ്ട്രോങ് കാഴ്ച മോളെ ഞാൻ മുകളിൽ കണ്ടത്. സംശയം ഉണ്ടെങ്കിൽ ചെന്ന് നോക്ക്, കാണാം. ഒരു നാണോ ഇല്ലാതെ രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന. എന്റെ ദൈവമേ, എനിക്ക് സന്തോഷായി. അവര് തമ്മിൽ ഒന്നിക്കാൻ ഞാൻ എത്ര നാളായി കാത്തിരുന്നത്. ഇത്രയ്ക്കങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. ഇവള് കണ്ട കാഴ്ച തെറ്റിയതായിരിക്കും. യാത്രയുടെ ക്ഷീണവും വയ്യായ്മയും കാരണം DK അവളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി കാണും. അവളല്ലേ ആള്. കിട്ടിയ അവസരം ഉപയോഗിച്ച് അവളെ DKയുടെ ദേഹത്തോട് ചേർന്ന് നിന്നു. ആ കാഴ്ചയാ നീ മുകളിൽ ചെന്നപ്പോ കണ്ടത്. കയറി വന്നപ്പോഴേ അവളുടെ മുഖത്തൊരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചതാ. ദേ മായേച്ചി, ചുമ്മാ ആവശ്യമില്ലാതെ ജ്യോതിയെ കുറ്റപ്പെടുത്തണ്ട. അവൾ ഒരു കള്ളത്തരവും കാണിക്കില്ല. ഇത് കള്ളത്തരല്ല. DKയുടെ മുഖത്ത് പ്രേമത്തിന്റെ കൊടുങ്കാറ്റടിക്കുന്ന ഭാവം ഉണ്ടായിരുന്നു. പ്രേമത്തിന്റെ കൊടുങ്കാറ്റോ? ആ, മണ്ടത്തരം പറയലേ താരെ. പ്രേമം മന്ദമാരുതിനെ പോലെയാ. അത് സാധാരണ പ്രേമം. ഇത് അതല്ല, എക്സ്ട്രാ ഓർഡിനറിയാ. ഈ മൂകാംബികയില് ഇത്രയ്ക്ക് വലിയ മാജിക് ഒക്കെ ഉണ്ടോ മായച്ചി? ദേ, വെറുതെ അവിടെ തൊട്ട് കളിച്ച് പണി മേടിക്കല്ലേ. തൽക്കാലം യാത്ര കഴിഞ്ഞ് വന്നവർക്ക് ഒരു ചായ ഇട്ട് കൊടുക്കും. പിന്നെ ഇനിയെങ്കിലും രണ്ടുപേരുടെ മനസ്സിലെ വൈരാഗ്യവും കുശുമ്പും കുന്നായ്മയൊക്കെ ഒന്ന് കളഞ്ഞേക്ക്. അവര് തമ്മിലേ ശരിക്കും ഒന്നായി. ആ, താരേച്ചി പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാറൊക്കെ അവിടെ വെച്ച് പൊട്ടിക്കാണും. എന്നുവെച്ചാ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കാണുമെന്ന്. അത് തന്നെ. ഞെട്ടണ്ട. വന്നപ്പോഴേ ജ്യോതിയുടെ മുഖത്തൊരു ക്ഷീണവും അവശതയൊക്കെ കണ്ടില്ലായിരുന്നോ? അതിന് അതൊക്കെ അതിന്റെ എന്തിന്റെ? അതിന്റെ തന്നെ. ഹായ്. പിന്നെ വായിച്ച് സംശയിക്കൊന്നും വേണ്ട. DK ജ്യോതിയെ യഥാർത്ഥ ഭാര്യയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അത് അംഗീകരിക്കാതെ ജ്യോതിയെ എതിർത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ എതിർക്കും, ശക്തമായി എതിർക്കും. നിങ്ങൾ ഈ പറഞ്ഞ കള്ളക്കഥ ഞാൻ വിശ്വസിക്കില്ല. എനിക്കൊരു ബോധ്യമുണ്ട്. അത് മാറണമെങ്കിലേ ജ്യോതിയെ യഥാർത്ഥ ഭാര്യയായിട്ട് അംഗീകരിച്ചെന്ന് DK തന്നെ നേരിട്ട് വന്ന് പറയണം. പറയാം. ഞാൻ തന്നെ നേരിട്ട് പറയാം. ഇപ്പൊ തന്നെ പറയണോ അതോ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ മതിയോ? നിങ്ങൾ കണ്ടതൊക്കെ സത്യമാണ്. സുപ്രിയയുടെ സ്ഥാനത്ത് അവൾക്ക് പകരം എന്റെ യഥാർത്ഥ ഭാര്യയായി ജ്യോതിയെ ഞാൻ സ്വീകരിച്ചു. ഇത്രയും നാൾ ഞാൻ ജ്യോതിയെ പൂർണ്ണമായി അവഗണിച്ചു, ഒഴിവാക്കി. പലതവണ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവം അവളെ ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ജ്യോതി കാരണമാണ്. ഒന്നല്ല 3 തവണയാ അവൾ എന്റെ ജീവൻ രക്ഷിച്ചത്. ഒരു യഥാർത്ഥ ഭാര്യയുടെ കർമ്മമാണ് ജ്യോതി ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത് കുടജാദ്രിയിലേക്കുള്ള യാത്രയിലാ. സുപ്രിയയുടെ ആഗ്രഹവും ഞാനും ജ്യോതിയെ ഒന്നിക്കുക എന്നതായിരുന്നു. ഇപ്പൊ ജ്യോതിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഞാൻ മൂകാംബിക ദേവിയുടെ നടയിൽ വെച്ച് കെട്ടിയതാ. നിങ്ങൾക്കെല്ലാം സന്തോഷമായി കാണുമെന്ന് എനിക്കറിയാം.
സന്തോഷായി ഡി കെ, വളരെ സന്തോഷായി. എന്താ മായയ്ക്ക് സന്തോഷമില്ലേ? അതോ ഇനിയും ജ്യോതിയെ ശത്രുപക്ഷത്ത് നിർത്താനാണോ ഉദ്ദേശം? ഏയ് ഇല്ല ഡി കെ. ഇനി മുതൽ സുപ്രിയയുടെ അതേ സ്ഥാനത്ത് നിങ്ങൾ ജ്യോതിയെ കാണണം. അതേ ബഹുമാനം നിങ്ങൾ ജ്യോതിക്ക് നൽകണം. ഞാൻ ജ്യോതി അംഗീകരിക്കാത്തതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ പ്രശ്നം. എന്റെ തെറ്റ് ഞാൻ തിരുത്തി കഴിഞ്ഞു. അമരാവതിയിലെ മരുമകൾ ഇനി ജ്യോതിയാ.